നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ട്രാൻസ് കോളേജിലാണ് ഉള്ളത്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് സുഭാഷ് സാറാണ്. സുഭാഷ് സാറിനോടൊപ്പം നമ്മളോടൊപ്പം ഇന്ന് ഒരു വിശിഷ്ട വ്യക്തിത്വം കൂടെ ഉണ്ട്. ബഹുമാനപ്പെട്ട ഡോക്ടർ ഗോപാൽ സലീം സാർ. സാറ് കഴിഞ്ഞ 40 വർഷത്തോളമായി അധ്യാപന രംഗത്തും ഇൻഡസ്ട്രി രംഗത്തും ഒക്കെ തൻ്റെ കഴിവ് തെളിയിച്ച വ്യക്തിത്വമാണ്. സാറിനെ കുറിച്ച് എനിക്ക് തോന്നുന്നു കൂടുതലായിട്ട് അറിയാവുന്ന സുഭാഷ് സാർ. കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രോഗ്രാമിൽ സാർ തന്നെയാണ് സുഭാഷ് സാറ് എനിക്ക് സാറുമായിട്ട് വളരെ നല്ലൊരു ബന്ധമാണുള്ളത്. നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ അക്കാദമിക് ഡീനായിട്ടും വളരെ സീനിയർ ഫാക്കൽറ്റി ആയിട്ടും നമ്മുടെ എല്ലാ സ്റ്റുഡൻസും ഇഷ്ടപ്പെടുന്ന വളരെ ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസ്ഡ് അക്കാദമിക് എക്സ്പീരിയൻസുള്ള സാറ് നമ്മളെ ഒരു മോട്ടിവേറ്റിംഗ് ഫാക്ടറാണ്. ആക്ച്വലി ധാരാളം റിസർച്ച് സ്കോളേഴ്സിനെ സാറ് ലീഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ UN തന്നെ അറിയപ്പെടുന്ന ഒരു മാനേജ്മെൻറ്റ് ഗുരുവും കൂടെയാണ് സാറ്. സാറ് നമുക്കിവിടെ ഈ ഒരു സെക്ഷനിൽ സംസാരിക്കാൻ കിട്ടിയത് തന്നെ നമ്മുടെ ഭാഗ്യമായിട്ട് നമുക്ക് കരുതുന്നു. ഈ പ്രോഗ്രാം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു യുണീക്കായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. കാരണം ഇങ്ങനൊരു ഐഡിയ മാനേജ്മെൻറ്റ് സയൻസ് എങ്ങനെ സാധാരണ മനുഷ്യനിലേക്ക് കൊണ്ടുവരാമെന്നുള്ളത് അത് ഇവരുടെ ഒരു ഐഡിയയാണ്. ആ ഐഡിയ ഞാൻ 100% റെസ്പെക്റ്റ് ചെയ്യുന്നു. കാരണം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം, പക്ഷേ അതെങ്ങനെ യൂസ് ചെയ്യണമെന്ന് നമുക്കൊരിക്കലും അറിയില്ല. അപ്പോൾ ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം സബ്ജക്റ്റ് പഠിപ്പിക്കല്ല വേണ്ടത്, ആ സബ്ജക്റ്റ് എങ്ങനെ പ്രായോഗികമായി ഉപയോഗിക്കാമെന്നാണ് പഠിപ്പിക്കുന്നത്. അതിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം ഒരു 17 വർഷത്തോളം ബാങ്കിങ് സെക്ടറിലും പിന്നെ ബാക്കി 23 വർഷത്തോളം ഇൻഡസ്ട്രിയിലുണ്ടായിരുന്ന എൻ്റെ എക്സ്പീരിയൻസ് ഇപ്പോൾ ഞാൻ എൻ്റെ സ്റ്റുഡൻസായിട്ട് ഷെയർ ചെയ്യാണ്. ഞാൻ പല യൂണിവേഴ്സിറ്റിയിൽ MBA പ്രോഗ്രാമെല്ലാം ചെയ്യുന്നുണ്ട്. അവിടെയെല്ലാം വർക്കിംഗ് ക്ലാസ് സ്റ്റുഡൻസിനാണ് എപ്പോഴും എന്നോട് കൂടുതൽ ഒരു അറ്റാച്ച്മെൻ്റ് ഉള്ളത്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്കറിയാം അവരുടെ കമ്പനിയിൽ നിന്ന് നടക്കുന്നു, നമ്മളെന്ത് പഠിപ്പിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ഈ പ്രോഗ്രാം ഒരു വൻ വിജയമായിരിക്കും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. സാധാരണ നമുക്ക് 1-2 എപ്പിസോഡുകളായിട്ട് നമുക്ക് സാറിൻ്റെ ട്രെയിനിങ് തീർച്ചയായിട്ടും നമ്മളത് ഏതൊക്കെ പ്രായോഗികമായിട്ട് നമുക്ക് ചെയ്യാവോ 1-2 കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആയിക്കോട്ടെ, താങ്ക് യു. നമുക്ക് പ്രേക്ഷകർക്ക് കാണാം. Today I am bringing before you a very important concept which we regularly use in our life, but we never understand its importance. One of the words which commonly we are using in our life, especially in organization, is vision. So people think that why vision is there? Why all those things? See, when we learn management science, when we apply management science, we come to know about that, why vision is important. എന്തുകൊണ്ടാണ് വിഷൻ എന്ന വേർഡ് ഇത്ര ഇമ്പോർട്ടൻറ്റ് എന്നതിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അത് നടത്തുന്ന, ദാറ്റ് മീൻസ് ദോസ് ഹു ആർ മാനേജിങ് ഇറ്റ്, ദേ ഷുഡ് ഹാവ് ആൻ ഐഡിയ വാട്ട്സ് എ വിഷൻ. വിഷൻ, വാട്ട് ഈസ് ആക്ച്വലി വിഷൻ? വിഷൻ ടെൽ us what we will be in future. Vision tell us what we will be in future. Every one of us, we have got a vision. That's why we say that vision should be inculcated in the mind of a child. It should be given to everybody. The reason, when you are working in a company, you may be working in any level, you are going to be a part of the team that is going to achieve the ultimate aim of the company. So vision is important. If your vision is very strong, your mission will be strong. Mission means what we should do to become what we want to be. Now, how this vision is important, I'll briefly tell you. If a child is having a vision, or your parents are helping the child to know about what is vision, etc., and the child has got a vision about what he or she will be in future, every day this child thinks about that. It becomes a part of the life of the child. When it becomes a part of the life of the child, it becomes a dream. It becomes a dream. It becomes a reality. Example, I am starting a small shop. ഒരു ചെറിയ ഷോപ്പ് ഞാൻ സ്റ്റാർട്ട് ചെയ്യണം, ഒരു ചെറിയ ഗ്രോസറി എനിക്ക് കിട്ടിയ കയ്യിലുള്ള കാശ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യണം. ആ ഗ്രോസറി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൽ ഇതൊരു വിജയമായിരിക്കും
അല്ല, ഒരു പരാജയമാണെങ്കിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യില്ല. അപ്പോൾ വിജയമാണെന്ന് കരുതി തന്നെയാണ് നമ്മൾ ഓരോ പ്രവൃത്തിയും ചെയ്യുന്നത്. അപ്പോൾ വിജയമായിരിക്കും ഞാൻ പ്രതീക്ഷിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ എൻ്റെ മനസ്സിലുണ്ട്, ആഫ്റ്റർ 10 or 15 years ഐ വിൽ ബി ഹാവിങ് എ ചെയിൻ ഓഫ് ഹൈപ്പർ മാർക്കറ്റ്സ്. അതാണ് എൻ്റെ വിഷൻ. ഓരോ ദിവസവും ഞാൻ ആ ഷോപ്പിൽ കയറുമ്പോൾ, എൻ്റർ ചെയ്യുമ്പോൾ എന്നെ ആ ഷോപ്പ് റിമൈൻഡ് ചെയ്യും, യു വിൽ ബിക്കം എ ബിഗ് hyper market chain in future. Every day it reminds to you, it makes you to work for that and to achieve it. That's why vision is very, very important in our life as well as in organizations. Now, when vision is very strong, naturally our commitment also will be very strong. A simple example will tell you, നിങ്ങൾ വായിച്ചിരിക്കാം അറേബ്യൻ നൈറ്റ്സ്, 1001 അറേബ്യൻ നൈറ്റ് സ്റ്റോറീസ്. ആ സ്റ്റോറീസിൽ പല സ്റ്റോറീസും നമ്മുടെ ജീവിതവുമായിട്ട് വളരെ അടുത്ത കഥകളാണ് അതൊക്കെ. പക്ഷെ നമ്മളാരും അതിൻ്റെ കഥയുടെ അർത്ഥമോ അല്ലെങ്കിൽ അതിൻ്റെ ഡെപ്തിലുള്ള മീനിങ്ങോ മനസ്സിലാക്കുന്നില്ല. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാൽ അലാദീൻ ആൻഡ് മാജിക് ലാമ്പ്. അലാദീൻ ഗോട്ട് എ മാജിക് ലാമ്പ് ആൻഡ് ദ മാജിക് ലാമ്പ് ഹി ഹാപ്പൻ ടു റബ് ഇറ്റ്. ജെനി പോപ്പപ്പ്. ജെനി വന്നിട്ട് ചോദിക്കുന്ന എന്താണ്? നമ്മൾ സാധാരണ പറയും എന്താണ് നിങ്ങളുടെ ആഗ്രഹം. അങ്ങനെയല്ല, അറബിക് ലാംഗ്വേജിൽ അത് വളരെ കൾച്ചറലായിട്ട് എഴുതിയിട്ടുണ്ട്. കാരണം അറബിക് സ്റ്റോറിയാണ്. അറബിക് ലാംഗ്വേജിൽ എഴുതിയിരിക്കുന്നത് യുവർ വിഷ് ഈസ് മൈ കമാൻഡ്. ഹു സേസ്? ജെനി സേസ്. ഹു ഈസ് ടെല്ലിംഗ് ടു ഹും? അലാദീൻ. യുവർ വിഷ് ഈസ് മൈ കമാൻഡ്. വാട്ട് എവർ യു വിഷ് ഇറ്റ് ബിക്കംസ് എ കമാൻഡ്. സോ ഇൻ ദിസ് വേൾഡ് യു ആർ Aladdin's and the world is the genie. When you wish something, it will happen. How it happens? Your commitment increases. Your commitment increases. Your involvement increases. Involvement increases. You will involve yourself with hard work. Naturally, it's going to be achieved. This is what every success story of everybody in this world, this particular vision is there and mission is there. That's why vision, mission is etc. is very important. Now, ഇതോടൊപ്പം തന്നെ ഞാൻ ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാം. വിഷൻ സ്ട്രോങ് ആണെങ്കിൽ നാച്ചുറലി നമ്മളുടെ പ്ലാനിങ്ങും അതനുസരിച്ച് നിൽക്കും. പ്ലാനിങ് ഇല്ലാന്ന് പറയാൻ പറ്റില്ല. ജീവിതത്തിൽ എല്ലാവർക്കും പ്ലാനിങ് ഉണ്ട്. ഒരു സ്റ്റുഡൻറ് രാവിലെ സ്കൂളിൽ പോകുമ്പോൾ അതൊരു പ്ലാനിങ്ങിൻ്റെ റിസൾട്ടാണ്. ഒരു ടീച്ചർ ക്ലാസ്സിൽ നിന്ന് ക്ലാസ് എടുക്കുമ്പോൾ അതൊരു പ്ലാനിങ്ങിൻ്റെ റിസൾട്ടാണ്. ഒരു മദർ ഫുഡ് കുക്ക് ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു പ്ലാനിങ്ങിൻ്റെ പാർട്ടാണ്. പക്ഷെ ആ പ്ലാനിങ് എല്ലാം അവരുടെ ജീവിതത്തിൽ ഓട്ടോമാറ്റിക് ആയിട്ടൊരു റുട്ടീനായിട്ട് മാറുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് റുട്ടീൻ പ്ലാൻ. റുട്ടീൻ അല്ലാത്ത പ്ലാനിങ് ഉണ്ട്. പക്ഷെ പലപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ പ്ലാനിങ് ഒരിക്കലും വിജയിക്കില്ല എന്നൊരു ധാരണയാണ് പല മനുഷ്യനുള്ളത്. അതെന്തുകൊണ്ട് പ്ലാനിങ് വിജയിക്കുന്നില്ല എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അവർക്ക് മറുപടിയില്ല. അതിന് മറുപടി എന്താണെന്ന് വെച്ചാൽ യുവർ പ്ലാനിങ് ഈസ് നോട്ട് സക്സസ്ഫുൾ ബിക്കോസ് യു നെവർ പ്ലാൻ എവറി ഡേ. Plan every day. You become an expert in planning. You become an expert in planning. Your planning becomes successful. ഇതാണ് ആക്ച്വലി മാനേജ്മെന്റ് സയൻസിൽ നമുക്ക് ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഓഥർ ഉണ്ട്, സ്റ്റീവൻ ഗൊബോയ്. സ്റ്റീവൻ ഗൊബോയ് ധാരാളം ബുക്ക് എഴുതിയിട്ടുണ്ട്. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ബുക്ക് 7 Habits of Highly Effective People. ആ ബുക്കിനകത്ത് സ്റ്റീവൻ ഗൊബോയ് ആദ്യം പറയുന്ന ബെസ്റ്റ് ഹാബിറ്റ് എന്താണെന്ന് വെച്ചാൽ ബി പ്രോആക്റ്റീവ്. യു നോ വാട്ട്സ് ദി മീനിങ് ഓഫ് ദാറ്റ്? Think in advance what could happen. Think in advance what could happen is not easy. It is easy. Why? If every day you plan, you can easily say that what is going to happen in future. So naturally, planning, our effort, all the things come from this particular vision, mission, etc. That's why vision, നമ്മൾ വിഷനെ പറ്റി ആലോചിക്കുമ്പോൾ ഒരു വിഷൻ വളരെ സിമ്പിളായിട്ടല്ല ഒരു കമ്പനിയിൽ അത് ഡിസൈൻ ചെയ്യുന്നത്. അതിൽ വിഷനിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അവർ പറയുന്നത് ഒരു വിഷൻ കോർ വാല്യൂവിനെ ആശ്രയിച്ചായിരിക്കണം, കോർ പ്രിൻസിപ്പിൾസ് വേണം, ആ വിഷൻ വളരെ വ്യക്തമായ ഭാഷയിൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കണം. അതുകൂടാതെ തന്നെ ആ വിഷനെ പറ്റി എല്ലാവർക്കും അവഗാഹമായ നോളജ് ഉണ്ടായിരിക്കണം. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ പല കമ്പനിയിലും സംഭവിക്കുന്നതെന്ന് വെച്ചാൽ വിഷൻ എന്താണെന്നതിനെ പറ്റി ഒരു അഭിപ്രായം അല്ലെങ്കിൽ ഒരു നോളജ് പല സീനിയർ മാനേജേഴ്സിനില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ മാനേജ്മെൻറ്റ് സയൻസ് നമ്മൾ പഠിക്കുമ്പോൾ അത് ശരിക്കും ജീവിതത്തിൽ പ്രാക്ടിക്കൽ ആക്കാം, അറിഞ്ഞു പഠിച്ചാൽ. So we have seen what is the importance of vision in our life. Now you think about yourself whether you had any vision, why you didn't achieve it. Because if you can find out an answer, it will not be repeated by your child or your family. That's why vision
is a very important aspect, especially in an organization. If you are running a company or you are employed in a company, whatever may be the case, vision is important.